നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള ബ്രസീൽ സ്ക്വാഡ് കോച്ച് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചല്ലോ. ആരാധകർ ഏറെ കാത്തിരുന്ന നെയ്മർ ജൂനിയറുടെ ഇൻക്ലൂഷൻ അത് സംഭവിച്ചിരിക്കുന്നു. ഇനി ബ്രസീലിൻ്റെ ഈ സ്ക്വാഡിൽ നമ്മൾ ഏറ്റവും മികച്ച 11 ഏതാണെന്ന് നോക്കുകയാണ്. എങ്ങനെയായിരിക്കും ആഞ്ചലോട്ടി ടീമിനെ ഇറക്കുക, ബെസ്റ്റ് 11 എന്താണ്? അതിലും ആഞ്ചലോട്ടിക്ക് ഇനി വേൾഡ് കപ്പിന് മുമ്പ് 2 മത്സരങ്ങൾ കൂടിയുണ്ട് ഇതൊക്കെ നിർണ്ണയിക്കാൻ. ഒന്ന് പനാമക്കെതിരെ ജൂൺ 1 ജൂൺ 1 പുലർച്ചെ 3 മണിക്ക് ഇന്ത്യൻ സമയമാണ് പറയുന്നത്. അതിനുശേഷം ജൂൺ 7 പുലർച്ചെ 3:30 ഈജിപ്തിനെതിരെയും കളിക്കുന്നുണ്ട്. 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ഗ്രൂപ്പ് സിയിലെ മത്സരങ്ങൾ വരുന്നത്. മൊറോക്കോക്കെതിരെ ജൂൺ 14 പുലർച്ചെ 3:30 ഹെയ്ത്തിക്കെതിരെ ജൂൺ 20 രാവിലെ 6 മണിക്കും സ്കോട്ട്ലൻഡിനെതിരെ ജൂൺ 25 പുലർച്ചെ 3:30 ബ്രസീലിൻ്റെ മത്സരങ്ങളുള്ളത്. ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങളുള്ളത്. ബ്രസീൽ മുന്നോട്ട് പോകും. റൗണ്ട് ഓഫ് 32 റൗണ്ട് ഓഫ് 16 ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും വിജയിച്ച് കിരീടം ചൂടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഏതായാലും 2023 ശേഷം ആദ്യമായിട്ട് നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തിയ ഘട്ടമാണിത്. ഈ സ്ക്വാഡിൽ ബെസ്റ്റ് 11 എങ്ങനെയാണ് നമ്മൾ നോക്കുകയാണ്. ഗോൾ കീപ്പറായിട്ട് ആദ്യ 11 ആലിസൺ തന്നെ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗോൾ കീപ്പർമാരായിട്ട് ബെഞ്ചിൽ ഇഡേഴ്സനും വെബേർട്ടിനും ഉണ്ടാകും. സെൻറ്റർ ബാക്കുമാരായിട്ട് ഫസ്റ്റ് 11 ഗബ്രിയൽ മെഗല്ലസും മാർക്കീഞ്ഞോസും ഇറങ്ങും. ഗബ്രിയൽ മെഗല്ലസും മാർക്കീഞ്ഞോസും. ബെഞ്ചിൽ ലിയോ പെരീരയും ബ്രമറും ഇബാനസും സെൻറ്റർ ബാക്കുമാരുടെ റോളിലുണ്ട്. പിന്നെ വിങ് ബാക്കിൽ 2 വർഷങ്ങളിലായിട്ട് ഫസ്റ്റ് 11 ഡഗ്ലസ് സാൻഡോസും വെസ്ലിയും ഇറങ്ങും എന്ന് കരുതാം. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ അലക്സാൻഡ്രോയും ഡാനിലോയും ഉണ്ടാവും. മധ്യനിരയിലേക്ക് വരുമ്പോൾ കാസിമിറോയും ബ്രൂണോ ഗുയിമാരസും തന്നെയാണ് കോച്ചിൻ്റെ ഫസ്റ്റ് ചോയ്സ്. ഫാബിഞ്ഞോയും ഡാനിലോയും അവിടെ അവർക്ക് സബ്ബായിട്ടുണ്ടാകും, ബെഞ്ചിലുണ്ടാവും. നമ്പർ 10 റോളിൽ നെയ്മർ ജൂനിയർ ഫസ്റ്റ് 11 ഉണ്ടാവുമെന്ന് നമ്മൾ കരുതുകയാണ്. അല്ലെങ്കിൽ പിന്നെ മാത്യൂസ് കുഞ്ഞയെ കളിപ്പിക്കാം, അല്ലെങ്കിൽ ലൂക്കാസ് പക്വറ്റയെ കളിപ്പിക്കാം. സോ നെയ്മറും ഉണ്ടാകുമെന്ന് കരുതാം. അങ്ങനെയെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ മാത്യൂസ് കുഞ്ഞയും പക്വറ്റയും. ദെൻ മുന്നേറ്റത്തിൽ ഇടത് വിങ്ങിൽ വിനി ജൂനിയർ, വലത് വിങ്ങിൽ റാഫീഞ്ഞ. ഇനി ഇവരുടെ സബ്സ്റ്റിറ്റ്യൂട്ടുകളായിട്ട് ഗബ്രിയൽ മാർട്ടിനെല്ലിയും ലൂയിസ് എൻറിക്കയും റയാനുമുണ്ട്. ഗോളടിക്കാൻ നമ്പർ 9 സ്ട്രൈക്കറുടെ റോളിൽ എൻറിക്ക് അല്ലെങ്കിൽ ഇഗോർ തിയാഗോ, 2 പേരിൽ ആരെയും വേണമെങ്കിൽ കളിപ്പിക്കാം. ആ രൂപത്തിലായിരിക്കും കോച്ച് ടീമിനെ ഇറക്കുക. എൻറിക്ക കളിക്കുന്നെങ്കിൽ ഇഗോർ തിയാഗോ ബെഞ്ചിലിരിക്കും, അല്ലെങ്കിൽ ഇഗോർ തിയാഗോയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എൻറിക്ക് ബെഞ്ചിലിരിക്കും. സോ മികച്ച ഒരു സ്ക്വാഡ് തന്നെയാണിത്. കോച്ച് കാർലോ ആഞ്ചലോട്ടി പറയുന്നു ബ്രസീൽ ടീം വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കളിക്കുമെന്ന്. തനിക്ക് വിശ്വാസമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാത്തിരിക്കാൻ സംഭവിക്കുന്ന അറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.